അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. നല്ല മനുഷ്യനാണ്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. നല്ല അമ്പോറ്റി മനുഷ്യൻ. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അദ്ദേഹം ഒരു ഡാൻസറാണ്. ആ അദ്ദേഹം നമ്മൾ മേലേക്ക് വരുമ്പോഴത്തേനും അവിടെ ഒരു സ്ത്രീ രൂപം, അതുപോലെ അതിനൊരു നാഗവുമായിട്ടൊരു ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ഒരു സങ്കല്പത്തിന് പിന്നിലെ? സങ്കല്പമല്ല, എന്റെ ഉള്ളിലെ ഉള്ളിലിരുന്ന് വിങ്ങു വന്ന മോനെ. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. നന്നായിട്ട് ഓടും. എത്ര ലക്ഷം ആൾക്കാരുണ്ട് നിങ്ങളുടെ ചാനലില്? 20 ലക്ഷത്തിന് മേലുണ്ട്. 20 ലക്ഷം പേരുടെയും ഹൃദയത്തിനകത്തോട്ട് ചെന്ന് തറച്ച് മുള്ളു കുന്തം പോലെ കുത്തി ഇറക്കട്ടെ. ഇത് നാഗാദേവിയുടെ ത്രസിക്കുന്ന തീപാറുന്ന വാക്കുകൾ. ഇതിന്റെ അടിയിൽ വന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വന്ന് എഴുതി വെക്കുവാണെങ്കിൽ ആ ഐഡിയ എടുത്തോണ്ട് പോയി ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് പൂരത്തെറി വിളിക്കും മക്കളെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. സോഷ്യൽ മീഡിയയിൽ വന്ന കുറച്ച് കമന്റ്സുകളാണ്. അത് കേട്ടിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കാൻ തോന്നുന്നത് അങ്ങനെ കൊടുക്കാം. ഇത് നമ്മുടെ താങ്കളുടെ വീഡിയോസിനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂസിനോ ഒക്കെ താഴെ വരുന്ന, യൂട്യൂബിലും ഒക്കെ വരുന്ന കമന്റുകളാണ്. അപ്പോൾ ആദ്യത്തെ കമന്റ് ഞാൻ വായിക്കുകയാണേ. ബാബുസ്വാമിക്ക് എപ്പോഴും ഒരു കള്ള ലക്ഷണമുണ്ട്. ഒരാൾ ചെയ്ത കമന്റാണ്. അതായത് നിങ്ങൾ എപ്പോഴും കമന്റുകളെ നോക്കി ജീവിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ വാക്കുകളെയാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇതല്ലേ ഇതിനോടൊപ്പമുള്ള. അതിനെ അവഗണിച്ച് കളയുക. എങ്കിൽ മാത്രമേ നമ്മളിലെ യഥാർത്ഥ ജീവനെയും നമ്മളിലെ യഥാർത്ഥ ഭാവത്തെയും നമുക്കറിയാൻ കഴിയുള്ളൂ. ഇത് വേറൊരു വ്യക്തി അയാളുടെ ചിന്തയിൽ എഴുതിയതാ. അതിനാണ് പലരും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇനി ചുമ്മാ വായിച്ചോളൂ. ഞാനിതൊന്നും വലിയ ബാബുസ്വാമിക്ക് എപ്പോഴും ഒരു കള്ള ലക്ഷണമുണ്ട്. മറുപടി പറഞ്ഞോളൂ, വായിച്ചോളൂ. അല്ല, ആ ഒരു കമന്റിന്റെ താങ്കളുടെ മറുപടി എന്താണെന്നുള്ളത്? ഇത്രയേ ഉള്ളൂ. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഒരു ഒറ്റ വാക്കാണ്. നിങ്ങക്ക് വേറെ ഒരു കമന്റും ഇല്ലായിരുന്നോ കുട്ടികളെ? ഇല്ല, നല്ലതും വരുന്നുണ്ട് കേട്ടോ. താഴെ താഴെ വരുന്നുണ്ട്. ബാബുസ്വാമിക്ക് എന്താന്ന് പറഞ്ഞത്? കള്ള ലക്ഷണമുണ്ട് അത്ര. അത് അദ്ദേഹത്തിനല്ല കള്ള ലക്ഷണം ഉള്ളത്, ആ എഴുതി വെച്ച ആളിനാണ്. അതാണ് അങ്ങനെ തോന്നിയത് അല്ലേ? കാരണം അയാളൊരു കള്ളനാണ്. അതുകൊണ്ട് ആ എഴുതി വെച്ച ആളുടെ ഉള്ളിലുള്ള കള്ളങ്ങൾ അയാള് ശുദ്ധമായിട്ട് സ്പഷ്ടമായിട്ടും അവിടെ എഴുതി വെച്ചു, മറ്റൊരാളെ ചാർത്തിക്കൊണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ ആ സംസാരം വൈറലായത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അറിഞ്ഞിരുന്നോ? അതായത് ബാബുസ്വാമി എന്നുള്ളത് പാട്ട് വരെയായി. അതറിഞ്ഞായിരുന്നോ? കുട്ടികളൊക്കെ അതെടുത്ത് പാട്ടാക്കി, അത് പല രീതിയിൽ വികൃതമാക്കി, വികലമാക്കി. കുറെ പേര് അതിൽ നിന്ന് നല്ല റവന്യൂ ആക്കി. ആ റവന്യൂ ആക്കിയവരോട് എല്ലാരോടും പറയുന്നു 7558757593 ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പേടിഎമ്മിലോ ക്യാഷ് ഇടുക. കുറെ എണ്ണം അങ്ങനെ ചെയ്ത് കഴിക്കുന്നില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയാം. എനിക്ക് അതിനുള്ള ക്യാഷ് തരിക. കാരണം എനിക്ക് എവിടെയെങ്കിലും പോകാൻ നേരം വാഹനത്തിന് പൈസ കൊടുക്കണം. നാളെ പുലർച്ചെ, ഇന്ന് ഇരുട്ടി പുലർച്ചെ പോകുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വന്നു. ഓരോരുത്തരും എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയി ചെയ്യുന്ന ഓരോരുത്തരും എനിക്ക് അതിനുള്ള വരുമാന മാർഗം തന്നുകൊണ്ടേയിരിക്കുക. മോനെ ഇതിടണം, ഇതിട്ടില്ലെങ്കിൽ ഇതിടണം. 75588593 ഇതെൻ്റെ ജീവിത മാർഗമാണ്. എനിക്ക് ഇനി ഇങ്ങോട്ട് കയറി വരാനുള്ളതാ. ഇനി ധാരാളം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് പോകേണ്ടവരാണ്. ഇതിടണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുഞ്ഞ് ദാനധർമ്മമെങ്കിലും എനിക്കും ഇതിൽ നിന്നും നിങ്ങൾക്കും തരാൻ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ഉടമയെ മാത്രം ഞെക്കിപ്പിഴിയാതെ നാഗദേവിയുടെ അടുത്ത് വന്ന് അവിടുന്നും കൂടെ സൈഡ് ബിസിനസ് പോലെ ഇവിടെയും വന്ന് ഒരു 100 രൂപയെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാൻ നോക്കണം. ഞാൻ കണ്ടില്ലേ
എനിക്ക് ഒരു ലജ്ജയും ഇല്ലാതെ ഒരു നാണമോ മാനമോ ഇല്ലാതെ ഞാൻ ക്യാമറയുടെ മുന്നിലിരുന്ന് പറയുന്നു. എൻ്റെ ഉപജീവന മാർഗമാണ്, തന്നേ പറ്റുള്ളൂ, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ അത് നിങ്ങൾ നാണിക്കേണ്ടേ മാനിക്കേണ്ടേ ഇല്ല കേട്ടോ മക്കളെ. ഇവിടെ നാണിക്കേണ്ടേ മാനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കൂലി തരണം. എൻ്റെ വീഡിയോ മുഴുവൻ എടുത്തുകൊണ്ട് പോയതോ തരട്ടെ, എനിക്ക് ചെലവിന് തരട്ടെ. ക്യാമറ കട്ട് ചെയ്യരുത് മോനെ. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. നന്നായിട്ട് ഓടും. എത്ര ലക്ഷം ആൾക്കാരുണ്ട് നിങ്ങളുടെ ചാനലില്? 20 ലക്ഷം പേരുടെയും ഹൃദയത്തിനകത്തോട്ട് ചെന്ന് തറച്ച് മുള്ളു കുന്തം പോലെ കുത്തി ഇറക്കട്ടെ ഇത്. നാഗാദേവിയുടെ ത്രസിക്കുന്ന തീപാറുന്ന വാക്കുകൾ കേട്ടോ. ഇതിന്റെ അടിയിൽ വന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വന്ന് എഴുതി വെക്കുവാണെങ്കിൽ ആ ഐഡിയ എടുത്തുകൊണ്ട് പോയി ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് പൂരത്തെറി വിളിക്കും മക്കളെ. പറയാം. അടുത്ത കമന്റിലോട്ട് പോവാം നമുക്ക്. കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് ഒരു വലിയ ഭീഷണിയാണ് ഈ അമ്മ. ഒരാളുടെ കമന്റ് ആണ്. ഭീഷണിയോ? കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വലിയൊരു ഭീഷണിയാണ് നാഗാദേവി എന്നുള്ളത്. കൊടുങ്ങല്ലൂർ അമ്മ ഞാനും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. കൊടുങ്ങല്ലൂർ അമ്മ അവര് കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല മോനെ. ഞാൻ ആർക്കും ഒരു ഭീഷണിയല്ല. അവരെന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്നും എനിക്കറിയില്ല. ആ ആള് എഴുതി വെച്ച ആള്. ഇനി പറഞ്ഞോളൂ. അടുത്ത പറയട്ടെ. എല്ലാം കൊള്ളാം, ഇവരൊന്ന് തെറി പറയാതെ ഇരുന്നൂടെ? ആ ആൾക്ക് തെറി കേൾക്കാതിരിക്കാതിരുന്നൂടെ? കേൾക്കാൻ വരാതിരിക്കാമല്ലോ അയാൾക്ക്. കേൾക്കാതിരിക്കാമല്ലോ. അയാൾ ഇറന്ന് വന്ന് എന്തിനാ ഇങ്ങനെ വന്ന് കാതും കൊണ്ട് വന്നിരിക്കുന്നത്? നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയി ചീത്ത വിളിച്ചിട്ടില്ല. ഇല്ല, ആളുടെ വീട്ടിൽ പോലും. അത് ആരാ, ഏത് ഐഡിയ? എനിക്കറിയില്ല കുട്ടികളെ. ഇവരെ ഒന്നും നിങ്ങൾ ഈ കമന്റൊക്കെ പറക്കി എടുത്തോണ്ട് ഇവിടെ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് എന്നോട് ചോദിക്കുമ്പോ ഇതുങ്ങളൊക്കെ ഏതാന്ന് പോലും എനിക്കറിയില്ല. അയാൾക്ക് ഈ ഫോണ് പിന്നെ അയാൾ എന്തിനാ യൂസ് ചെയ്യുന്നേ? പിന്നെ എന്തിനാ ഈ സിം? എന്തിനാ അയാൾ എന്തിനാ ഇത്ര രൂപ റീചാർജ് ചെയ്ത് കേൾക്കുന്നത്? അയാൾക്കത് കേൾക്കാതിരിക്കാവല്ലോ. അപ്പൊ എൻ്റെ കയ്യിൽ കുഴപ്പമാണോ? ആ ആള് നിരന്തരം അയാൾക്കത് കേൾക്കണം. അതുകൊണ്ടല്ലേ അയാൾ കായ വീഴുന്നാലും കുത്തി തുറന്ന് ആ കായ മൊത്തം എടുത്ത് കളഞ്ഞിട്ട് കേൾക്കാൻ വരുക. അടുത്തത്, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല, അതാണ് നാഗയും. ഉള്ളതാണോ? സത്യമാണോ? തീയിൽ കുരുത്തത് ഇന്ന് വരെ തീയില് ഒന്നും കുരുത്തിട്ടില്ല. എല്ലാം കരിഞ്ഞു പോയിട്ടേ ഉള്ളൂ മോനെ. അത്രയും സ്ട്രോങ് ആണെന്നാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. മോനെ, ഇത് സ്ട്രോങ് ആയിട്ടുള്ള മറുപടി ഇല്ലയോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു തീ ഇങ്ങനെ കത്തിയിരിക്കുക, അതിനകത്ത് ഒരു വിത്ത് കൊണ്ടിട്ട് കുരുക്കുവാണോ ചെയ്യുന്നത്, കരിഞ്ഞു പോവുകയാണോ ചെയ്യുന്നത്? നീ മോനൊന്ന് ആലോചിച്ച് നോക്കും മോനെ. ആലോചിക്കണ്ടെന്നേ, പച്ച യാഥാർത്ഥ്യമല്ലേ. ആ തീക്കകത്തിലോട്ട് വിത്ത് കൊണ്ടുവന്നിടുമ്പോ അത് കുരുക്കുവാണോ ചെയ്യുന്നത്? അത് മൊത്തം കരിഞ്ഞുവാണെങ്കിൽ അത് പിന്നെ കാശിനും കൊള്ളത്തില്ല, എന്തളിഞ്ഞു പോകുമല്ലേ. എത്ര ലളിതമായിട്ടാ മോനെ ഞാൻ ഇതിനൊക്കെ ഉത്തരം തരുന്നത്. നിങ്ങൾ ഈ വലിയ നിങ്ങൾ ശരിക്കും പറഞ്ഞ എന്നോട് കുസൃതി ചോദ്യം ചോദിക്കാൻ ഇതൊക്കെ കുസൃതി കമന്റ്സ് ആണ്. അടുത്തത് ഇത് ഇച്ചിരി കടുപ്പമുള്ളൊരു കമന്റ് കേട്ടോ. ഈ സ്ത്രീയെ എത്രയും പെട്ടെന്ന് ജയിലിൽ പിടിച്ചിടണം. എന്താ വലിക്കാന്? അല്ലെ, ഞാൻ അയാളുടെ ഒന്നും എടുത്തിട്ടില്ല. അത് ഏത് ഐഡിയ മോനെ? പേര് പറ, അയാൾ വന്നൊന്ന് കേക്കട്ടെ. ഇത് യൂട്യൂബിലെ കമന്റ്സ് ആണ്. അത് നിങ്ങൾ ഐഡിയയുടെ പേരൊന്ന് പറ, അത് കേക്കണം. ഇയാൾ വന്ന് കേക്കണം. എന്താവശ്യമാണ്? ഒന്നുകിൽ ആരെങ്കിലും ആ മനുഷ്യനെ ഞാൻ എന്തെങ്കിലും ഉപദ്രവിക്കണം, വീട്ടിൽ കയറി അടിക്കാനോ കൊല്ലാനോ ഞാൻ പോണം. എനിക്ക് അങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും ഇന്നുവരെ ആരെയും കൊന്നിട്ടില്ല. എന്തെങ്കിലും കൃത്യമായിട്ടുള്ള എന്തെങ്കിലും വേണം. ഒന്നുകിൽ മോഷ്ടിക്കാൻ പോണം, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടിയിട്ട് അടിക്കണം. അതൊക്കെ ഒരുതരം ഭ്രാന്തല്ലയോ? ഇതുവരെ ആ ഭ്രാന്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്തോ അല്ല, ഞാനേ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് എന്താവശ്യത്തിന് എന്നെ പിടിച്ച് ജയിലിടണ്ട? ശരിക്കും പറഞ്ഞാൽ ആ ആളിനെ വേണം നല്ല മെന്റൽ ഹോസ്പിറ്റൽ എങ്ങാനും കൊണ്ടുവന്ന് ചികിത്സിക്കണം.
ആളുടെ ഐഡിയുടെ പേരിങ്ങിത്ത അയാളോട് 10 ദിവസം ഇവിടെ വന്ന് ഈ നിന്നാ എല്ലാ കമ്പനിന്റെ ഐഡിയുടെ പേര് ഞാൻ തരാൻ പറയാം കേട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഓരോ തവണ ഇനി ഇങ്ങോട്ട് വാ, നമുക്ക് ചിരിക്കുകയും ചെയ്യാം, കമന്റ് വായിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇതിലൂടെ നല്ല വരുമാനവും കിട്ടും. നമുക്കിവിടെ ചോറും കറിയൊക്കെ വെച്ച് കഴിക്കുകയും ചെയ്യാം. ഒരു ദിവസത്തെ എല്ലാം ആവും അല്ലേ മോനെ? അതെ, നമുക്ക് ഒരു ദിവസം ഇവിടെ കൂടാം. ആ സന്തോഷായിട്ട് ഇതുപോലെ ഇവിടെ രസകരമായിട്ട് ആ ഹഡ് ഉണ്ട്, 4 പേർക്കും കയറി കിടക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. പിന്നെ ബാത്റൂം ഉണ്ട്, ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പിന്നെ ഒരുങ്ങാനുള്ളതുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ഈ ക്യാമറയൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ക്യാമറ ഈ ബിഗ് ബോസ് പോലെ ഒരു എല്ലായിടത്തും ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസത്തെ ജീവിതം എടുക്കാം. ചെയ്യുമോനെ, നല്ല രസമാ. ഞാൻ ചോദിച്ചോട്ടെ, ഇതിലൂടെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. ഇതൊന്നും കട്ട് ചെയ്യണ്ട, ഇതൊക്കെ കിടന്നങ്ങ് ഓട്ട. അവര് വിഡ്ഢികളാണെന്ന് അറിയട്ടെ. ഈ ഞാൻ ഇടയ്ക്ക് കേട്ടു അവര് മണ്ടരാണെന്ന് അവര് തന്നെ അറിയണം. അറിയാവോ, നമ്മൾ ബുദ്ധിയുള്ളവരാണെന്ന് തിരിച്ചറിയണം. നമ്മൾ വിഡ്ഢികളല്ല, മണ്ടരല്ല. നാഗാദേവിയെ മണ്ടരെന്ന് വിളിക്കുന്നവരാണ് യഥാർത്ഥ മണ്ടരെന്ന് അറിയണം. ഇതൊന്നും കട്ട് ചെയ്യണ്ട, വിട്ടങ്ങ് പൊക്കോളൂ. ഒരു ദിവസം മോൻ ഈ കമന്റും കൊണ്ടല്ല ഇങ്ങനെ പോരുക. ഇനിയുണ്ട് ഒരു 4-5 കൂടെ ഉണ്ട്. ഞാൻ തീർത്തോട്ടെ? ഓക്കെ, അടുത്തത്. ശരിക്കും ആരാണ് നാഗേച്ചിയുടെ ബാബുസ്വാമി? ആരാണ് അദ്ദേഹം? മോനെ, അത് സംശയമായിട്ട് ചോദിച്ചേട്ടോ ഒരാള്. നിങ്ങൾ എന്റെ ആരാ? നമ്മള് ബന്ധമില്ല. ആ മനുഷ്യന് ഞാനോട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ അവിടെ ചെന്ന് കുറച്ച് നേരത്തെ മിണ്ടിയൊക്കെ വർഷങ്ങൾ കൊണ്ട് 1-2 തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരുടെ കുടുംബം എനിക്കറിയില്ല. അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. നൃത്തം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. നല്ല മനുഷ്യനാണ്. നിങ്ങളിപ്പോ എങ്ങനെയാണോ ഇവിടെ വരുന്നത് അതേപോലെ തന്നെയാണ് അദ്ദേഹവും. പക്ഷേ നല്ല അമ്പോറ്റി മനുഷ്യനാണ്. കാരണം ശുദ്ധഹൃദയമാണ്. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരാള് എൻ്റെ കൈയും പിടിച്ച് അങ്ങനെ നടക്കുന്ന. വേറെ ഒത്തിരി സന്യാസിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, നാഗാദേവിയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ടെന്ന്. പക്ഷെ അദ്ദേഹം ഞാനിവിടെ നേരത്തെ പരിചയമുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ വീടുമായിട്ടോ ഒന്നും എനിക്ക് പരിചയമില്ല. കാണുമ്പോഴുള്ള ഒരു സ്നേഹവും സന്തോഷവും അന്ന് തന്നെ അവിടെ ചെന്ന് കണ്ടപ്പോഴ കുറച്ചും കൂടെ ഞങ്ങൾ കൂട്ടായത്. ഇവിടെ വന്നിട്ടുണ്ട് ഒരു തവണ. നൃത്തം അത് ധാരാളം പേര് വരുന്നില്ലേ, നിങ്ങളും വരുന്നില്ലേ, അതേപോലെ തന്നെയുള്ള എനിക്ക് അദ്ദേഹവും. ഈ നൃത്തം ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാ റീൽസിന് വേണ്ടിയിട്ടാണോ അതോ എന്തെങ്കിലും? അല്ല, അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു ബാബു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഒരു ഡാൻസറാണ്. ആ അദ്ദേഹം നല്ല ഒന്നാം തരം ഒരു ഡാൻസറാണ്, നൃത്തം ചെയ്യുന്ന ഒരാളാ. നല്ല വിദ്യാഭ്യാസമുണ്ട് ഇവർക്ക് 2 പേർക്കും. നല്ല അറിവും കഴിവും ബോധവും ഒക്കെ ഉള്ളവരാ. അദ്ദേഹം നന്നായിട്ട് നൃത്തം ചെയ്തു. ഇതിനോടൊപ്പം ഇദ്ദേഹവും ഇങ്ങനെയൊക്കെ ഒന്ന് ആനന്ദം പ്രകടിപ്പിച്ചു. എന്നെ സംബന്ധിച്ച്, ഒരു നൃത്തക്കാരിയായ എന്നെ സംബന്ധിച്ച് അദ്ദേഹം നമ്മളോടൊപ്പം കൂടിയപ്പോൾ എനിക്കത് വളരെ മനോഹരമായിട്ടാ തോന്നിയത്. വേറെ ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ കൊള്ളാലോ തോന്നി, സ്വാഭാവികം. അടുത്ത ചോദ്യം. നാഗേച്ചിക്ക് സ്ഥിരമായി സിനിമയിൽ അഭിനയിച്ചുകൂടെ? ഫാൻസ് ആണ് ചോദിച്ചേക്കുന്നത്. താങ്കളെ സിനിമയിൽ കാണാൻ ആഗ്രഹം ഉണ്ടായിട്ട് അവരെന്ത് ആരാധകരൊന്നുമില്ല. ആരാധകരാണെങ്കിൽ അവർ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടു തന്നേനെ. എൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ച് എനിക്ക് നല്ലൊരു വീടെങ്കിലും അവരെ ഉണ്ടാക്കി തന്നേനെ. ആണോ അല്ലയോ? അപ്പൊ ഇവർ ആരാധകരാണോ? വെറുതെ കള്ളം പറയാ. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോ എന്തെങ്കിലും അവിടെ നിന്ന് ചെറുതായിട്ടെങ്കിലും ഒരു പേയ്മെന്റ് കിട്ടത്തില്ലേ? അഭിനയിച്ച അല്ലെങ്കിൽ ഒന്ന് മുഖം കാണിക്കുമ്പോ അങ്ങനെയൊന്നും ആരും സഹായിച്ചിട്ടില്ല? മരണമാസ് മൂവി അവിടെ എൻ്റെ ശബ്ദം കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് പേയ്മെന്റ് തരണമെന്ന്.
ഞാൻ വളരെ കുറച്ച് കുഞ്ഞു തുകയാ ചോദിച്ചത്, വളരെ കുഞ്ഞു തുക. പ്രേമലു എന്ന് പറയുന്ന ഒരു സിനിമയിലും താങ്കളുടെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അവരെനിക്ക് ഒന്നും തന്നിട്ടില്ല കുട്ടികളെ. ഒരു കുഞ്ഞു കാശെങ്കിലും തരാമായിരുന്നു, ഒന്നും തന്നില്ല. കുറച്ചും കൂടെ മാന്യതയും മര്യാദയും കാട്ടി ഇവർ. ഓക്കെ, അപ്പൊ അതാണ് അഭിനയത്തിനോടുള്ള മറുപടി. ശരിക്കും നാഗേച്ചി വളരെ പക്വതയുള്ള ഒരു സ്ത്രീയാണ്, ആണോ? നിങ്ങക്ക് അങ്ങനെ തോന്നിയോ? പക്വത എന്നല്ല, ഒരു കാര്യവും ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കാതെ വളരെ ലളിതമായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരാളാണെന്ന് തോന്നി എനിക്ക്. ആണോ? എനിക്കറിയില്ല മോനെ പക്വമായിട്ട് പെരുമാറാൻ. അത് എന്തോ പക്വത എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പലപ്പോഴും ഞാനൊരു ആദർശ വനിതയോ ഒരു വിപ്ലവകാരിയോ ഒന്നുമല്ല. ഇതൊന്നും എന്ത് സംഭവം എന്തുവന്ന് എനിക്ക് ഇന്നുവരെ എനിക്ക് പിടികിട്ടിയിട്ടുമില്ല. ആരെങ്കിലും ഒക്കെ വന്ന് വിശദീകരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ആണോ അങ്ങനെയൊക്കെ ആണോന്ന്. എന്നാ അങ്ങനെ ഇരിക്കട്ടെ, ഒരു രസമുണ്ട് അല്ലേ? ഓക്കെ, നാഗേച്ചിക്ക് എയറിലാകാൻ ഭയങ്കര നാഗദേവിന് അയ്യോ അത് അയാൾ ഇട്ട കമന്റ് ആണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ല. ഓക്കെ, നാഗസേന്ദ്രി ദേവിക്ക് എയറിലാകാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എയറിലാവാണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വൈറലായിട്ട് ട്രോളിൽ നിൽക്കുക. അതിന് ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇവറ്റകൾ എടുത്തോണ്ട് പോയി അങ്ങനെ ചെയ്യുന്നതല്ലേ. ഞാൻ നല്ല പ്രാകും, ശവിക്കും ഞാന്. ഈ ട്രോൾ ഇതുപോലുള്ള തമാശ, അതായത് താങ്കളുടെ ഇഷ്ടമല്ലോ കുട്ടികള് പരിഹസിക്കുക, അതിനോടൊക്കെ എങ്ങനെയാ റിയാക്ട് ചെയ്യാറ്? എന്താ തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോ? അതായത് നമ്മളൊരു തമാശ ആവണം, പക്ഷെ ആ തമാശയെ നിരന്തരം അങ്ങ് യൂസ് ചെയ്യരുത്. അതാ പറയുന്ന ആളുടെ തന്നെ വിലയും നിലയും പോകും. കുറച്ച് നമ്മളൊന്ന് ഗൗരവത്തിലാവണം. എപ്പോഴും നമ്മൾ തമാശയുടെ ലോകത്ത് തന്നെ ഇരുന്നാല് കുറച്ചൊന്ന് ഗൗരവത്തിലേക്ക് വരണം. എന്നാലും ജീവിതത്തിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാവുള്ളൂ, അല്ലേ കുട്ടികളെ? ഇപ്പൊ നമ്മൾ ഇത്രയും പേരും ഗൗരവത്തിലാ. നിങ്ങക്ക് തോന്നും തമാശയാണെന്ന്, പക്ഷെ ഇതാണ് കറക്റ്റ്, നമ്മൾ ഗൗരവത്തിലാ. കാരണം എന്താണെന്നറിയാം, ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നത്. എൻ്റെ കയ്യിൽ ഒരു 5000 രൂപ കിട്ടിയിട്ടുണ്ട്. നാളെ എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടടുത്ത് പോകാനുള്ള പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും രൂപ പോരാ, 11,000 രൂപയാണ് വേണ്ടത് ആ വാഹനത്തിന് കൊടുക്കാം. പിന്നെ ഇവിടെ അരിയും സാധനങ്ങളും എല്ലാം ചെലവുകൾ മോനെ, വരവിനേക്കാൾ കൂടുതൽ ചിലവുകളാണ് നമ്മുടെ വസ്ത്രങ്ങൾ എല്ലാം. ഇപ്പോ ഒരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വസ്ത്രം, ചിലപ്പോൾ വെള്ളയായിരിക്കാം, ചിലപ്പോൾ കാവ്യായിരിക്കാം, അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം? എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ വെള്ള ഉപയോഗിക്കുന്നതാണ്. കാവി, വെള്ള, കറുപ്പ് ഒക്കെ. കുട്ടിക്കാലത്ത് വെള്ള വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാവ്യ വസ്ത്രം, പഴനിക്കൊക്കെ പോവാൻ നേരം കാവി പാവാടയും ഉടുപ്പും ഒക്കെയാ, ചിലപ്പം ചുരിദാർ എന്ന് പറയും, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. കയ്യിൽ വെട്ടി തയ്ച്ച് അങ്ങനെ. ആ കുട്ടിക്കാലത്ത് അത് ഇപ്പോഴും എനിക്ക് അതാണ്, അതായത് ഒറ്റ ഈ പുള്ളിയും പൊട്ടും ഒക്കെ ഉള്ള വസ്ത്രങ്ങൾ എനിക്കും പ്ലെയിൻ ആയിട്ടുള്ള കളറുകളാണ് ഇഷ്ടം. കറക്റ്റ്, പ്ലെയിൻ ആയിട്ട് ഉള്ള കളർ. മോൻ ഇട്ടേക്കുന്ന കളർ ഇടുവാണെങ്കിൽ അത് തന്നെ ആകാവൂ. അതിലൊരു കുഞ്ഞു പുള്ളി പൊട്ടും ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്നുണ്ട്. അതുപോലെ തന്നെ എന്നാൽ ഞാൻ അത് ഉപയോഗിക്കാറുമുണ്ട്, അത്തരത്തിലുള്ള വസ്ത്രങ്ങള്. കൂടുതൽ ഇഷ്ടം ഇതാണ് എനിക്ക്. അതായത് ഒത്തിരി ആർഭാടങ്ങൾ ഇഷ്ടമാണ്, എന്നാൽ കുറച്ച് അധികം വേണ്ട. ശരി, അടുത്ത കമന്റ്, നാഗേച്ചി ഒരു പാട്ട് പാടി വീഡിയോ ഇടാമോ? ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചേക്കാം. ശരിക്കും പറഞ്ഞ നിങ്ങൾ തന്നെയാണ് ഈ കമന്റ്. അയ്യോ ഇല്ല കേട്ടോ, എനിക്കിത് ചാനലിൽ നിന്ന് അവരെ എടുത്തിട്ട് അയച്ചെന്നാണ്. ഇത് എനിക്ക് ചാനലിൽ നിന്ന് നമ്മുടെ റിസർച്ച് ടീം എടുത്ത് അയച്ചെന്നാണ്. നമുക്കൊരു ടീമുണ്ട് ഈ കമന്റ്സ് നോക്കാനും ഒക്കെ. സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഇതല്ല, അതാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ, എന്റെ മാത്രമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് അവര് റിസർച്ച് ടീം എടുത്ത് യൂട്യൂബിലുള്ള കമന്റ് എടുത്ത് അയച്ചെന്നേക്കാണ്. പാട്ട് പാടാനോ? ഇഷ്ടമുള്ള ഒരു പാട്ട് വേണോ, മന്ത്രം വേണോ? ഇപ്പം രാത്രിയല്ലേ, രാത്രിയല്ല, സന്ധ്യയല്ലേ? സന്ധ്യേ നിനക്ക് വന്ദനം,
ത്രിസന്ധ്യേ നിനക്കു വന്ദനം. ഇരു കൈകളും കൂപ്പുന്നു ഞാൻ, ഇരു കൈകളും കൂപ്പുന്നു ഞാൻ. ത്രിസന്ധ്യേ നിനക്കു വന്ദനം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇതൊരു മന്ത്രം പോലെ ഇത് മാത്രം മക്കൾ. ഇത് ശരിക്കും ഉള്ളതാണോ അത് താങ്കൾ മനസ്സിൽ വന്നൊരു ശ്ലോകമാണോ അത്? മക്കളെ, നിങ്ങൾ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു, ഇത് ഇപ്പൊ ഇരുന്ന് ഞാൻ പറഞ്ഞതാ. അതാ ഞാൻ ചോദിച്ചത്, താങ്കളുടെ മനസ്സിൽ ഇപ്പൊ വന്ന വരികളാണ്. ആ ഓ ഓക്കെ ഓക്കെ, അടിപൊളി. ഇല്ല, അത് വളരെ നന്നായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. നമ്മള് ഇപ്പൊ ആദ്യം ഇങ്ങോട്ട് കടന്നു വരുമ്പോഴില്ലേ, നമ്മൾ മേലേക്ക് വരുമ്പോഴത്തേനും അവിടെ ഒരു രൂപം, ഒരു സ്ത്രീ രൂപം, അതുപോലെ അതിനൊരു നാഗവുമായിട്ടൊരു ഒരു ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ഒരു സങ്കല്പത്തിന് പിന്നിലെ? സങ്കല്പമല്ല, എന്റെ ഉള്ളിലെ ദർശനം കണ്ടതാണ് ആ ഒരു രൂപം, വിഷ്ണു രൂപം. അത് സർപ്പവും പിന്നെ പുരുഷനെയാണ് കണ്ടത്. അതൊരു സ്ത്രീ രൂപം അല്ലായിരുന്നോ അവിടെ? എന്റെ ദേഹം ഏകദേശം അതുപോലെ ആയതുകൊണ്ട് ഞാൻ ആ ഒരു സ്ത്രീ രൂപം അവിടെ പണിതിട്ട് കണ്ടത് പുരുഷനെയാണ്. പക്ഷെ ഞാനത് മോഡലായിട്ടൊക്കെ ഇങ്ങനെ കിടന്നൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ സ്ത്രീ രൂപത്തെ അങ്ങാക്കി, ഭൂമിയായിട്ട്. അതിന് പേരുണ്ട്: സുൽത്താന ദേവി, യേശാ ദേവി, ശില്പിനി ദേവി. ആ രൂപത്തിന്റെ പേര്. ഈ 3 പേരും അവരുടെ പേര്. നാഗസൈരന്ത്രി ദേവി എന്നും വിളിക്കും, എർത്ത് സ്കൈ ദേവി എന്നും വിളിക്കും. എർത്ത് സ്കൈ, ആകാശവും ഭൂമിയും. എർത്ത് ഭൂമി, സ്കൈ ആകാശവും. ഭൂമിയും ആകാശവും നിറഞ്ഞു നിൽക്കുന്നവൾ സുൽത്താന ദേവി. ഈ ലോകത്തിന്റെ മുഴുവൻ സുൽത്താനയാണവൾ. ശില്പിനി ദേവി, അവൾ തന്നെ ശില്പമായി മാറിയതാണ്. യേശാദേവി എല്ലാത്തിന്റെ മാതാവാണ്. ചുരുക്കത്തിൽ പറഞ്ഞ, ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു സന്തോഷമാവട്ടെന്ന് കരുതി സുൽത്താന. ഏകദേശം അങ്ങനെയുള്ള പേരില്ലേ, യേശുവിന്റെ പേരിന്റെ ആ യേശു മാറ്റിയിട്ട് യേശ എന്നിട്ടതാ കുട്ടികൾ. അത് ആ രൂപം ആരാധിക്കുന്ന രൂപമാണോ, അതോ ജസ്റ്റ് ഒരു രൂപം? മോനെ, അതിങ്ങനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നു. അത് നിസ്സാരമല്ല. ആ രൂപം എന്റെ മുന്നില്, എന്റെ ഉള്ളില് വന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ ലോകമല്ല, എനിക്ക് എല്ലാ ദേവഗണങ്ങളും വന്ന് ഉള്ളിന്റെ ഉള്ളിൽ വന്ന് വരം നൽകിയിട്ട് പോയി കുട്ടി. വിശ്വസിക്കില്ല, എനിക്കത് പറഞ്ഞറിയിക്കാനും കഴിയില്ല. വരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് വരമാണ്? അനുഗ്രഹം തന്നിട്ട് പോയി. എന്റെ ഉള്ളിൽ തന്നെ ശില്പ കലകളുടെ ദേവഗണങ്ങളെ മുഴുവൻ ഞാൻ കണ്ട്. എന്നിലെ അവിശ്വാസിയായ എന്നെ തന്നെ എനിക്ക് ഞാൻ അവിടെ നിന്ന് എന്നെ കാട്ടിത്തരിക. എനിക്കതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ പക്ക ഒരു നിരീശ്വരവാദി, യുക്തിവാദിയൊക്കെ ആയിരുന്നു കുട്ടികൾ. ആയിരുന്നു. നിങ്ങൾ ഓരോ അക്ഷരങ്ങളും കൂടെ ശ്രദ്ധിക്കണം എൻ്റെ നാവിൽ നിന്നും. പാസ്റ്റ് കഴിഞ്ഞു പോയത്. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും വരുമ്പോൾ അവിടെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ കണ്ട് ഇതുപോലെ വെള്ളി നിറത്തിൽ വന്ന് ത്രസിച്ച് നിൽക്കുന്ന ദേവഗണങ്ങൾ കണ്ണ് ചിമ്മി അടയുന്ന അതേ വെളിച്ചത്തോട് വന്ന് എനിക്ക് അനുഗ്രഹം നൽകിയിട്ട് പോയി. അപ്പൊ ഉണർന്നോ? അത് കണ്ടിട്ട് ഞെട്ടി ഉണർന്നോ? ബ്രഹ്മ മുഹൂർത്തത്തിലാണ് അത് തന്നത്. വെളുപ്പിനെ ഞാൻ എണീറ്റു, വിളക്ക് കൊളുത്തി എന്ന് എനിക്ക് തോന്നുന്നു. എന്നിലെ അവിശ്വാസിയായ എന്നെ വീണ്ടും വീണ്ടും ഉണർത്തി എനിക്ക് ഇങ്ങനെ വരം നൽകുകയാണ്. എന്നെ ഇങ്ങനെ കാട്ടുകയാണ് കുട്ടികളെ. ഇവിടെ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സും എഞ്ചിനീയർമാരും ലോയേഴ്സും അങ്ങനെ ഒത്തിരി പേര് വരാറില്ലേ താങ്കളെ കാണാനായിട്ട്?
ദേവിയെ കാണാനായിട്ട് വരാറുണ്ട്. അധ്യാപകര് വരും, അധ്യാപകര് വരാറുണ്ട്. എല്ലാവരും വരും. ഇവരൊക്കെ അവരുടെ അവരുടെ കഷ്ടതകള് സംസാരിക്കാനാണോ, അതോ എന്തെങ്കിലും ആവശ്യങ്ങൾ വെച്ചിട്ട് വരുവാണോ, എങ്ങനെയാണ് അതിനൊക്കെ ഒരു 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 പലരും സൊല്യൂഷൻ വരുന്നത് കൊടുക്കുക? കരഞ്ഞു കൂവി വരും, ഉം. രക്ഷിക്കൂ നാഗാദേവി. അവരുടെ സങ്കടങ്ങൾ വന്ന് ഇവിടെ ഒന്ന് പറഞ്ഞത് അപ്പൊ എന്താ അവർക്ക് അതിനുള്ളൊരു പരിഹാരം നമ്മൾ ആശ്വസിപ്പിച്ചു കൊടുക്കും, സംസാരിച്ച് ആശ്വസിപ്പിച്ചു കൊടുക്കും. സംസാരിക്കും, അവരെ തഴുകും, ചേർത്ത് നിർത്തും. ചിലര് വന്ന് എൻ്റെ സ്പർശനം കൊണ്ട് കോൾമയർ കൊള്ളുന്നു എന്ന് പറയും. മേലുവരിക്കുന്നു, കോൾമയർ കൊള്ളുന്നു. അത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറയില്ലേ, അനുഗ്രഹിച്ച് അങ്ങനെ ആവും. ചിലര് വന്ന് ഇങ്ങനെ അവരുടെ കൈകളിൽ ഞാൻ തഴുകും, ആശ്വാസം കിട്ടിയെന്ന് പറയും. പിന്നെ ചിലര് എനിക്ക് തമാശയായിട്ട് തോന്നുന്നു, കുട്ടികൾ ഉണ്ടാവുന്നില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരും. ഞാൻ പറയാം, എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലെന്ന് പറയും. എൻ്റെ അടുത്ത് വന്നാൽ എങ്ങനെ മോനെ കുട്ടികൾ ഉണ്ടാവുന്നത്? അതിന് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പ്രയത്നിക്കണ്ടേ? അപ്പോൾ ഞാൻ പറയും, കുട്ടികളൊക്കെ ഉണ്ടാവും മക്കളെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. ഈ കരഞ്ഞു കൂവി വരുന്ന ഈ സമയം കൊണ്ട് നിങ്ങൾ ആ അടുത്തിരിക്കുന്ന ആളിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറയും, ഈഗോ കളയാൻ പറയും. അങ്ങനെയൊക്കെ ആളുകൾ വരും. പിന്നെ ആഹാരം കഴിക്കാനില്ല, വസ്ത്രമില്ല, പണമില്ല, ആശ്വാസം വേണം. പിന്നെ അധ്യാപകർ വരും, വക്കീലന്മാര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, എല്ലാരും വരുന്നത് കരഞ്ഞിട്ട് വരുന്ന ആൾക്കാർ ഭയങ്കര ക്വാളിറ്റി. ഈ കരഞ്ഞ് ഈ വിഷമങ്ങളോട് വരുന്ന ആൾക്കാരെ തിരിച്ചു പോകുമ്പോ അവരുടെ ഒരു അനുഭവം എങ്ങനെയാണ്? അവർ സന്തോഷത്തോടെയാണോ പോവാറ്, സമാധാനത്തോടെ പോകാറുണ്ട്? ചിലര് വന്ന് ഞാൻ നല്ല ദേഷ്യപ്പെടും, കരഞ്ഞു കൂവി പോവും. അവിടെ ഞാൻ ദയവും കാരുണ്യവും ഒന്നും സ്നേഹമൊന്നും നോക്കില്ല. എന്താ ദേഷ്യപ്പെടാനുള്ള കാരണം? അവര് ആവേശം മൂത്ത് വരിക, ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതായത് എൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ജോലി പോയെങ്കിൽ ഞാനിവിടെ ഒരു കുഞ്ഞു ജോലി കൊടുക്കുന്നുണ്ടെ അത് ഏറ്റെടുക്കാൻ വയ്യ. അത് ഭീമൻ തുകയാണ് നോക്കുന്നത്. അപ്പോൾ അവർക്ക് പണത്തോടാണ് ആർത്തി. അവരുടെ ജീവൻ നിലനിന്നാൽ മാത്രമേ ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ, പണം ഉണ്ടാവുള്ളൂ. ജീവനില്ലാതെ, ദേഹമില്ലാതെ എങ്ങനെ അവർക്ക് പണം സ്വരൂപിക്കാൻ കഴിയും? ആദ്യം വേണ്ടത് മനസ്സമാധാനം വേണം, നല്ലൊരു ശരീരം വേണം, ജീവൻ വേണം, ആർത്തി മാറണം. ഈ വരുന്ന മിക്കവരും വരുന്ന ആർത്തി പണ്ടാരങ്ങളാണ്, പണത്തോടുള്ള ആർത്തി. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു 100 രൂപ തന്നപ്പോൾ നിങ്ങളത് വാങ്ങിച്ചു, അതാണ് കറക്റ്റ്. ചിലർ ജോലി വേണമെന്ന് ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ ഞാൻ പറയും, മക്കളെ ഇതൊന്ന് എടുത്ത്, ഇതൊക്കെ നിങ്ങൾ ചെയ്ത ജോലികളാണ്, നിങ്ങൾക്ക് അതിന് വെറും ഒരു നിസ്സാരമായിട്ട് തോന്നിയതല്ലേ, ഒരു കളിയായിട്ട്. ഈ കളിയായിട്ട് തന്നെ നമ്മൾ ഓരോ ജോലിയും കണ്ടാല് വളരെ ലളിതമാണ്. ശരിക്കും ഞാൻ നിങ്ങളെ കൊണ്ട് ജോലി എടുപ്പിച്ചതായത് പുസ്തകം എടുക്കാനൊക്കെ. 4 പേരും പണിയെടുത്തു. ഇന്നത്തെ പണി നിങ്ങൾ ഡബിളാണ് എടുത്തത്, ഒരു സൈഡ് ബിസിനസ്സും കൂടി എടുത്തത്, പട്ടച്ചെലവിനുള്ള കാശായി. മോനെ, ഇതൊക്കെയാണ് ജോലികൾ. ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്ത് കുമ്മറം കിടന്ന് ജോലി ചെയ്താ, കഷ്ടപ്പെട്ടതാ. അറിയാം നിങ്ങൾക്ക്, കഷ്ടപ്പെട്ടെന്ന് വെച്ചാല് എനിക്കറിയത്തില്ല, നടു ഒടുങ്ങി പണിയെടുത്ത ആളാണ് ഞാൻ. അവിടെ ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നാണ് ഞാൻ എന്ത് വിഡ്ഢിയുടെ ലോകത്താണ് ഞാൻ എന്തിനാ ഇങ്ങനെ കിടന്ന് മരണപ്പണി എടുക്കുന്നതെന്ന് ആലോചിച്ചു. കാരണം യഥാർത്ഥ ജോലി എവിടെയാണെന്നറിയാവോ മോനെ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കിടന്ന് ആന്തരിക അവയവങ്ങളാണ് കിടന്ന് പണിയെടുക്കുന്നത്. അവര് പണിയെടുക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഹൃദയം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ആണോ അല്ലയോ? ഇത് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ആണോ അല്ലയോ? അതറിയിക്കാനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ തലയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വരാം. അത് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ മനസ്സിലാൻ വേണ്ടി പറയാം. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും Yes, കൈയും കാലും ഒക്കെ ഒന്ന് കഴുകി തലയിൽ വെള്ളം തെളിച്ച്
തണുപ്പിച്ചിട്ട് അകത്തോട്ട് കയറിയാൽ മതി എന്നാണ് Yes. നാഗാദേവി പറഞ്ഞത്. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ വരും. നമ്മൾ മോനെ കയറി അത് വരുമ്പോൾ ഒന്നും കൂടി നമ്മുടെ ഒന്ന് തലയിൽ കുറച്ച് പറഞ്ഞേര്. പൂക്കളും വെച്ച് ആണ് അകത്തേക്ക് നമ്മൾ കയറിയത് അല്ലേ? അത് കൃത്യമായിട്ട് നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഞാൻ പറയുമ്പോൾ ഇവര് നിസ്സാരമായി കാണും. ഇതുപോലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരുമ്പോഴത്തേന്, അതായത് നമുക്കെതിരെ മോശമായിട്ടുള്ള കമന്റ്സ് വരുമ്പം ഉള്ളിൽ വേറെ വിഷമവും അങ്ങനൊന്നും ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. നല്ല അറങ്ങി ശപിക്കും, വലിക്കുകയും ചെയ്യും. വലിക്കുമോ അത് ശപിച്ച? അവര് ജീവനോട് ജീവിച്ചിരിപ്പുണ്ടോ? ആരും തിരക്കി പോയിട്ടില്ല. അല്ല മോനെ, ആ എഴുതുന്ന ആള് ജീവനോട് ഇരിപ്പുണ്ടോ, അയാൾ അതിൻ്റെ ഉള്ള എല്ലാം അനുഭവിക്കും. ശരി. എനിക്ക് ശപിക്കുന്നതിന് ഒരു പ്രയാസമില്ല. ഞാൻ കുത്തിയിരുന്ന് അങ്ങ് ശപിച്ചോളൂ. ഈ ജീവിതത്തില് എനിക്ക് ഏക്കത്തും ഒന്നുമില്ല. ഇതും ഇട്ടു. കാരണം എനിക്ക് പലരും പറയും ശാപം തിരിച്ചു വലിക്കുമെന്ന്. എനിക്ക് വലിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ ആത്മാവാ. ആത്മാവിന് ശാപം ഏക്കത്തില്ല. കുട്ടി, ആത്മാവാണ് ഞാന്. ആത്മാവിനൊരിക്കലും ശാപം ഏക്കൂല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയാണല്ലോ താങ്കൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അറിയുന്നത്. ഇത് ശരിക്കും നാഗസൈരന്ധ്രി ദേവി എന്നുള്ള ആൾക്ക് അത് നല്ലതായിട്ടാണോ അതോ മോശമായിട്ടാണോ കാണുന്നതിനെ? കാരണം എന്തായാലും കുറെ ആൾക്കാരിലോട്ട് എത്തി, ഈ ഒരു വ്യക്തി എത്തി. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? നല്ലതായിട്ടാണോ മോശമായിട്ടാണോ കാണുന്നത് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ വന്ന് നിങ്ങളെപ്പോലുള്ളവർ വന്ന് ഇങ്ങനെ വന്ന് ചോദിച്ച് കാര്യങ്ങൾ വെളിയിലിട്ടിട്ടാൽ എനിക്കത് നല്ലതാണ്. നേരിട്ട് വരണം എന്നുള്ളത്, നേരിട്ട് ഒളിഞ്ഞു വന്ന് നിന്ന് കമന്റ് ചെയ്യാതെ. യെസ്. ഇങ്ങനെ ഒന്ന് കാര്യം പറയുമ്പോൾ ഈ അവതാരകനെയും ആളുകൾ കാണുന്നുണ്ട്, എന്നെയും കാണുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഇതിലെ ഒരു വെയിറ്റ് ഉണ്ട്. പക്ഷെ ഒളിഞ്ഞിന്ന് ഇരുന്ന് ഷണ്ടൻ, വിവരദോഷി, മണ്ടൻ, വെഡി, അവനെ ലോകത്ത് ആരും അറിയപ്പെടുന്നില്ല. അങ്ങനെ ഒരാളെ എനിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയത്തില്ല. കുട്ടി മോൻ നല്ലൊരു ചെറുപ്പക്കാരനാ, നല്ല സൗന്ദര്യമുണ്ട്. ഇതുപോലൊരു ചെക്കനെയൊക്കെ ക്യാമറയുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരെയും ആളുകൾ കാണുന്നുണ്ട്, മോനെ കാണുന്നുണ്ട്, സുന്ദരന. എത്ര പെൺപിള്ളേർ നോക്കൂന്നറിയോ? ഇത് കട്ട് ചെയ്യരുത് കുട്ടി, ഇതങ്ങോട്ട് എടുത്തിട്ടേക്കണം കേട്ടോ. കേട്ടോ മോനെ, ഇത് കട്ട് ചെയ്യരുത് മോനെ. കട്ട് ചെയ്താ നിങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് പോകും. ഇതാണ് ഇമ്പോർട്ടന്റ്. എല്ലാരും ഒന്ന് കാണട്ടെ, കേക്കട്ടെ കേട്ടോ. ബാബുസ്വാമി ഇപ്പൊ ഇങ്ങനെ കിടന്ന് പറക്കും പോലെ മോനും കിടന്ന് പറക്കട്ടെ. അടുത്തത് ഓക്കെ, ഞാനൊരു വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോട്ടെ. നാഗസൈരന്ധ്രി ദേവിക്ക് എപ്പോഴെങ്കിലും ഒരു വിവാഹ സങ്കല്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? എന്റെ പൊന്നുമോനെ, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യം കല്യാണം വേണ്ട എന്നുള്ളത്. അതെന്ത് പറ്റി? എനിക്കിഷ്ടമല്ല കുട്ടി കല്യാണം. എന്തിനാ വിവാഹം കഴിക്കുന്നത്? ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. വിവാഹം കഴിച്ചവർ ഇങ്ങോട്ട് ഈ പടിക്ക് ഇങ്ങോട്ട് കയറി വരരുതെന്ന് ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും വരുന്നത് വിവാഹം കഴിച്ചവർ കുഞ്ഞുങ്ങളും കൊണ്ടൊക്കെയാണ്. ഞാൻ പ്രത്യേകം ഇവിടെ ബോർഡ് വരെ വയ്ക്കാൻ തുടങ്ങിയത്, വിവാഹം കഴിച്ച ഒറ്റ എണ്ണം പോലും ഇങ്ങോട്ട് കയറി വരുന്നത്. ഇവിടുത്തെ ദേവിക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ ഒരു ക്ഷേത്രമാണ് ഇവിടെ. എന്റെ പൊന്നും കുടമേ, ഇത് എനിക്ക് ഇവിടെ പറയണമെന്നുണ്ടായിരുന്നു. മോൻ അത് പറഞ്ഞ്. ഇതാണ് ഇവിടെ പറഞ്ഞു വെക്കേണ്ടത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ഇവിടെ വിവാഹം പാടില്ല. അതെയോ? അല്ല, അപ്പൊ വിവാഹം കഴിഞ്ഞ ആൾക്കാർ ഇവിടെ പ്രശ്നങ്ങളുമായിട്ട് വരില്ല? അതെന്തിനാ? വിവാഹം കഴിഞ്ഞവർക്ക് അവിടെ അവർക്ക് സൂചിച്ച് ജീവിച്ചുകൂടാ. അവരെന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വീണ? കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നമായിട്ടൊക്കെ ആൾക്കാർ വരുന്നു എന്നുള്ളത്, വിവാഹം കഴിഞ്ഞ ആൾക്കാരല്ലേ അവരെ. അതിന് അല്ല, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടോന്ന് ചോദിക്കുക ഞാൻ. ഞാൻ പറഞ്ഞില്ല മോനെ, അങ്ങനെയുള്ളവരാണ് പറഞ്ഞത്. ഇനി ഫസ്റ്റ്, ഇനി സെക്കൻഡ് വൺ ഞാൻ പറഞ്ഞില്ല. വിവാഹം കഴിക്കാതെ തന്നെ കുട്ടികൾ ഉണ്ടായിക്കൂടെ? കുട്ടികളുണ്ടാവാൻ വിവാഹം കഴിക്കണമെന്നില്ല. വിവാഹം കുട്ടികൾ ഉണ്ടാകാൻ വിവാഹം കഴിക്കണമെന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എത്രയോ യുവാക്കൾ, എത്രയോ പെൺകുട്ടികൾക്ക് ഇണ ചേരുന്നു, കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ വളർത്തുന്നുണ്ട്. അവരുടെ അന്തമാര് വേറെ ആയിരിക്കും, നിലവിലെ സർട്ടിഫിക്കറ്റിൽ വേറൊരു അന്തയായിരിക്കും, കുട്ടികളുടെ അച്ഛൻ വേറെ ആയിരിക്കും. ആരെങ്കിലും അറിയുന്നുണ്ടോ? അത് ആ പെണ്ണിന് മാത്രമേ അറിയത്തുള്ളൂ. അവളുമാരും പക്ക
കള്ളികളൊന്നും പറയത്തതുമില്ല. അങ്ങനെയല്ലേ ഇവിടെ ശങ്കരവർഗങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മോനെ, അത് ഞാൻ തമാശയല്ല, വെരി സീരിയസ്. ഇതൊക്കെ വേണം അറിയേണ്ടത്. നിങ്ങളൊക്കെ വിചാരിക്കുന്ന ഓരോ ജാതിക്കാരെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നോ? ശുദ്ധ പൊട്ടത്തരവാ. ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും പറയനും പൊലയനും തണ്ടാനും മേനോനും നമ്പൂതിരിയും ബ്രാഹ്മണനും ക്രിസ്ത്യാനിയും അങ്ങനെ എല്ലാ ജാതിയും മതവും അല്ലേ ഇല്ലയോ? അവരെല്ലാരും ഒന്നു ചേർന്നുള്ള ലോകമല്ലേ ഇവിടെ. മോനൊന്ന് ധ്യാനത്തിൽ പോയാൽ മതി, അന്നേരം അറിയാം. എത്രയോ പേര് അങ്ങനെ ഇണചേരുന്നുണ്ട്. സർട്ടിഫിക്കറ്റിൽ അന്ത വേറെ ആയിരിക്കും കുട്ടി. മറ്റേ റെഡിമെയ്ഡും എല്ലാം വേറെ വേറെയാ. അതുകൊണ്ടാണ് വിവാഹം എന്ന് പറയുന്ന സങ്കല്പം തന്നെ വലിയ കാര്യമില്ലാത്ത സങ്കല്പമല്ലല്ലോ, ഞാനിത് ഒറിജിനാലിറ്റി മോനെ പറയുന്നത്. അല്ല, അതുകൊണ്ടാണ് ഒരു താല്പര്യക്കുറവ് എന്ന് ചോദിക്കാൻ ഞാൻ. എനിക്ക് താല്പര്യക്കുറവല്ല മോനെ, എനിക്ക് ഇഷ്ടമല്ല. കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കണമെന്നും ഇല്ല. അല്ല, പക്ഷെ പ്രണയത്തിനോട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ലേ? പ്രണയം ഒരു നല്ലൊരു കാര്യമല്ലേ? ഒരാളോട് ഒരു സ്നേഹം തോന്നുക, ഇഷ്ടം തോന്നാന്നുള്ളത്, അതിന് വിവാഹം കഴിക്കണമെന്നില്ല. ഇല്ല, വേണ്ട. പ്രണയിക്കല്ലോ. കുട്ടിക്ക് പ്രണയമുണ്ടോ? പ്രണയം ഇപ്പൊ പ്രണയിക്കാൻ ആളില്ലെങ്കിൽ ഉള്ളിൽ നല്ല പ്രണയമുണ്ട്. ഉള്ളിലുണ്ടോ? ഉള്ളിലിരുന്ന് വിങ്ങു വന്ന മോനെ. അല്ല, പറ കണ്ണ. അങ്ങനെയൊന്നുമില്ല. നമ്മള് കറക്റ്റായിട്ട് ആള് വരുമ്പോ ഉള്ളിലിരിക്കുന്ന പ്രണയം നമ്മളെ എടുത്തങ്ങ് കൊടുക്കും. ഇനി താമസിക്കരുത്. മോന്റെ വിങ്ങലെല്ലാം മാറ്റും. മോൻ പ്രണയിക്കണം. മോനെ, തമാശയല്ല. നിങ്ങളൊക്കെ പ്രണയിക്കും. ഇപ്പോഴാണ് പ്രണയിക്കാൻ കണ്ട സമയം. അത് നല്ല പെരുമാറ്റം വേണം, എന്നാലേ പ്രണയിക്കാനും പെൺപിള്ളേർ വരുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർ. അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം, അവരെ ബഹുമാനിക്കണം. മാക്സിമം അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കണം. അവരെ കൊച്ചു കുട്ടികളെ പോലെ കാണണം. അവരുടെ പിടിഭാഷകളൊക്കെ അവർക്കായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. ഈഗോ കളയണം. അപ്പം മോൻ നല്ലൊരു പുരുഷനാകും. ഈ സമയമൊന്നും നിങ്ങൾ പാഴാക്കരുത്. നല്ല വൃത്തിയായിട്ട് അങ്ങ് പ്രണയിച്ചു. പിന്നെ പ്രണയിക്കുന്നുണ്ട് ആങ്ങളമാരും അച്ഛന്മാരും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ തന്നെ നിങ്ങൾ അവരോട് പറയണം, എൻ്റെ പൊന്ന് പിന്നെ എന്തായാലും പ്രണയിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ അച്ഛനോ സഹോദരനോ അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ. അന്നേരം പറയണം, നമ്മൾ രണ്ടുപേരും ഒത്തു നിന്നാൽ നിനക്കും കൂടെ വേറെ പെണ്ണിനെ പ്രണയിക്കാൻ എൻ്റെ പൊന്ന് അളിയാന്നോ അല്ലെങ്കിൽ എന്നൊക്കെ അവരോടും അങ്ങ് പറയണം. നീ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാലും നിനക്കും പെണ്ണ് കിട്ടത്തില്ലെന്ന് പറയണം. അല്ല, സത്യല്ലേ മോനെ? അങ്ങനെ പറയണം. ഇപ്പൊ മോനൊരു പെങ്ങളുണ്ടെന്ന് കരുതുക. ആ പെങ്ങൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നി. മോൻ പറയാണ്, ഇത് പറ്റില്ല. ഇത് തന്നെയായിരിക്കും മോൻ വേറൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുമ്പോഴും അവരും അത് തന്നെ പറയുന്നത്. അപ്പൊ ആ കടുംപിടുത്തം മാറ്റണം. പ്രണയിക്കട്ടെ, ഇഷ്ടപ്പെടട്ടെ. യൗവനത്തിലിരിക്കുമ്പോഴാണ് പ്രണയിക്കേണ്ടത്. അപ്പോഴാണ് നല്ല കുട്ടികൾ ജനിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ കുട്ടികളെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് പ്രയോജനം കാണും, നമുക്ക് അവരും പ്രയോജനം കാണും. ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ എനിക്ക് ഇവിടെ വന്ന് ഇത്രയും സമയം നിങ്ങളൊക്കെ തന്നെ എൻ്റെ കൂട്ടായിട്ട് ഇങ്ങനെ നിന്നു. ഞാൻ എന്ത് സന്തോഷവതിയാ. ഇതൊക്കെയാണ് മോനെ പ്രണയം. നമ്മളിങ്ങനെ ഇരുന്ന് പറയുന്നത് സൗഹൃദം ഒരു പ്രണയമാണ്, സംസാരം പ്രണയമാണ്, നോട്ടം പ്രണയമാണ്, പറച്ചിൽ പ്രണയമാണ്, എല്ലാം. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ലോകം? ഇതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ധ്യാനത്തിന്റെ കാര്യം പറയാം. കാരണം എന്തെന്ന് വെച്ചാൽ അതിലേക്ക് പോയാലേ നിങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് കിടന്ന് ഇങ്ങനെ കിടന്ന് അന്ധരായി കിടന്ന് ഇങ്ങനെ തപ്പിത്തടയും. എല്ലാവരും പ്രണയിക്കട്ടെ. എല്ലാവർക്കും നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം, എങ്കിലേ നമുക്കും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? അതെ, അതെ, അല്ലേ മോനെ?